ഭഗവാന്റെ തിരുവാഭരണ ഘോഷയാത്ര ഒരു നോക്ക് കാണാനും തിരുവാഭരണത്തെ തൊട്ടുതൊഴാനും അവസരം ലഭിച്ചാൽ അത് മഹാഭാഗ്യമെന്നാണ് അയ്യപ്പ ഭക്തരുടെ വിശ്വാസം. എന്നാൽ അയ്യൻ്റെ തിരുവാഭരണത്തെ ശിരസാൽ വഹിക്കാൻ മഹാഭാഗ്യം സിദ്ധിച്ചവരാണ് തിരുവാഭരണ പേടക സംഘം. വാക്കുകൾ കൊണ്ട് വിവരിക്കുന്നതിനപ്പുറമുള്ള ആത്മീയ അനുഭൂതി ഇവർക്ക് ഓരോരുത്തർക്കും തിരുവാഭരണ ഘോഷയാത്രയിലുണ്ട്. അരുൺ കൊടുങ്ങൂർ തയ്യാറാക്കിയ ആ റിപ്പോർട്ട് കാണാം. പന്തളത്തു നിന്നുള്ള ഒരു തിരുവാഭരണ ഘോഷയാത്ര അത് ഒരു ഭക്തനെ സംബന്ധിച്ചോളം ഒരു ജന്മസാഫല്യം തന്നെയാണ്. ആ തിരുവാഭരണം വഹിച്ചുകൊണ്ട് അയ്യൻ്റെ തിരുസന്നിധിയിലേക്ക് കാടും മേടും മലകളും കാട്ടാറുകളും എല്ലാം കടന്ന് ഇവിടേക്ക് എത്താൻ ഭാഗ്യം സിദ്ധിച്ച തിരുവാഭരണ പേടക സംഘമാണ് നമുക്കൊപ്പമുള്ളത്. ഒരുപാട് അനുഭവങ്ങളുണ്ട്. കാരണം 3 ദിവസത്തെ യാത്ര, അയ്യൻ്റെ പൂങ്കാവനത്തിലൂടെയുള്ള ഏറ്റവും മനോഹരമായുള്ള യാത്ര, ആ ഒരു യാത്ര ഒരു ഭക്തനെ സംബന്ധിച്ചോളം ഏറ്റവും ആനന്ദം നൽകുന്നതാണ്, ഭക്തി നിർഭരമാണ്. എങ്ങനെയാണ് ആ ഒരു അനുഭവം? എങ്ങനെയാണ് ആ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, പന്തളത്ത് നിന്നും നമ്മൾ തിരുവാഭരണം തലയിൽ വെക്കുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക അനുഭൂതിയാണ്. ആ അനുഭൂതിയിലാണ് നമ്മൾ സന്നിധാനം വരെ എത്തുന്നത്. തിരുവാഭരണ പേടകം ശിരസിലേറുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അനുഗ്രഹം, ആ അനുഗ്രഹം നമ്മുടെ ഒരു ബുദ്ധിമുട്ടുകളുമില്ലാതെ ഈ കാനനപാതകളും കല്ലും മുള്ളും എല്ലാം നിറഞ്ഞ ഈ പാതകളിൽ കൂടി ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നമുക്ക് സന്നിധാനത്തെത്താൻ സാധിച്ചു. അത് അയ്യപ്പൻ്റെ വലിയ അനുഗ്രഹമാണ്, നമ്മുടെ സുഹൃതമാണ്. അതോടൊപ്പം തന്നെ ഈ സന്നിധാനത്തേക്ക് എത്തുമ്പോൾ എല്ലായിടങ്ങളും നമുക്ക് നിൽക്കുന്ന ആളുകളുടെ എല്ലാം തന്നെ കണ്ണു നിറയുന്ന ഒരു സമയമാണ് ആ തിരുവാഭരണ പേടകം സന്നിധാനത്തേക്ക് എത്തുക. എല്ലായിടങ്ങളും ശരണമന്ത്രങ്ങളാൽ മുഖരിതമാകുന്ന ഒരവസ്ഥ. അങ്ങനെ ഈ സന്നിധാനത്തേക്ക് എത്തുമ്പോൾ ആ 18 പടിക്ക് താഴെ എത്തുമ്പോൾ അങ്ങ് ആനന്ദ നൃത്തം എന്നൊക്കെയാണ് നമ്മൾ പറയുക. ആ 18ാം പടി കയറുമ്പോൾ കിട്ടുന്ന ഒരു അനുഭവം. അതോടൊപ്പം തന്നെ ഭഗവാന്റെ ശ്രീകോവിലിലേക്ക് ആ തിരുവാഭരണ പേടകം നൽകുമ്പോൾ ഉണ്ടാകുന്ന മനസ്സിനുണ്ടാകുന്ന ഒരു അനുഭവമുണ്ട്. അതെ, അത് ആ തിരുവാഭരണം ശിരസിലേറ്റി പടി കയറി വരുമ്പോൾ, നമ്മുടെ താഴത്തെ പടി തന്നെ കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക അനുഗ്രഹമാണ്. ആ അനുഗ്രഹം സത്യം പറഞ്ഞാൽ നമ്മളൊന്നും അറിയുന്നില്ല. ആ ശരണഘോഷങ്ങളുടെയും മേളങ്ങളുടെയും ആ നിർവൃതിയിൽ സത്യം പറഞ്ഞാൽ നമ്മളൊന്നും അറിയുന്നില്ല. തിരുവാഭരണം നമ്മൾ എങ്ങനെയാണോ വരുന്നതെന്ന് പോലും നമുക്കറിയില്ല. അതേപോലെ അത്ര അനുഗ്രഹമാണ്. അതൊരു അയ്യപ്പൻ്റെ അനുഗ്രഹം തന്നെയാണ്. നമ്മളൊന്നും അറിയുന്നില്ല. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അത് സന്നിധാനത്ത് എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഗ്രഹം, അതൊരു വളരെ വലിയ അനുഗ്രഹമാണ്. വരുന്ന വഴികളിലൊക്കെ ദേവസാന്നിധ്യമായി, അത് ഭഗവാന്റെ സാന്നിധ്യമായി, ശ്രീകൃഷ്ണ പരുന്തായി ഒപ്പമുണ്ട്. അത് അങ്ങ് പന്തളത്തു നിന്നും പുറപ്പെടുമ്പോൾ മുതൽ ഇങ്ങ് കാനനപാതയിലെല്ലാം തന്നെ, തിരുവാഭരണ പാതയിലെല്ലാം തന്നെ എത്ര വലിയ തിരക്കുകൾക്ക് നടുവിലും ആ ഭഗവാന്റെ ഒരു സാന്നിധ്യത്തോടെയല്ലേ വരിക? അതെ, പന്തളത്തു നിന്നും ആ 1 മണിക്ക് തിരുവാഭരണം എടുക്കുന്ന സമയത്ത് കൃഷ്ണപ്പരുന്ത് നമ്മുടെ ശ്രീകോവിലിൻ്റെ മുകളിൽ വട്ടമിട്ട് പറക്കും. അത് നമ്മുടെ തിരുവാഭരണത്തിൻ്റെ കൂടെ തന്നെ, നമ്മൾ തിരുവാഭരണം എവിടെ വെച്ചാലും ആ കൃഷ്ണപ്പരുന്ത് ആ തിരുവാഭരണത്തിൻ്റെ മുകളിലുണ്ടാവും. അതേപോലെ നമ്മൾ തിരിച്ച് പന്തളത്തേക്ക് പോകുന്ന സമയത്തും ആ ശ്രീകൃഷ്ണപ്പരുന്ത് നമ്മുടെ തിരുവാഭരണത്തിൻ്റെ കൂടെ തന്നെ പന്തളത്ത് എത്തി. അത് നമ്മൾ സാറിന് എല്ലാവരും പറയാറുണ്ട്, ഇത് ഓരോരുത്തർ വളർത്തുന്നതാണ്, അങ്ങനെയൊക്കെയാണ്. പക്ഷേ അതൊന്നുമല്ല, ഭഗവാന്റെ അനുഗ്രഹം. നമുക്കറിയാം, ഈ ശ്രീകൃഷ്ണപ്പരുന്ത് പേട്ട തുള്ളുന്ന സമയത്താണെങ്കിലും, നമ്മുടെ തങ്കയങ്കി വരുന്ന സമയത്താണെങ്കിലും, തിരുവാഭരണം വരുന്ന സമയത്താണെങ്കിലും, ഈ 3 സമയത്തും ഈ കൃഷ്ണപ്പരുന്ത് നമ്മോടൊപ്പമുണ്ട്. അത് ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ നമ്മളെ അനുഗ്രഹിച്ചു കൊണ്ടുവരികയാണ്. ഇനി തിരിച്ചുള്ള യാത്രയും അതേ രീതിയിൽ തന്നെയാണ്. കാടും മേടും നിറഞ്ഞ പൂങ്കാവനത്തിലൂടെയുള്ള വഴികളിലൂടെയുള്ള യാത്രയിൽ അതിനെക്കുറിച്ചുകൂടെ ഒന്ന് പറയും. അതെ, തിരിച്ച് ഇനി നമ്മൾ പമ്പയിൽ വരാറില്ലായിരുന്നു. തിരിച്ചു പോകുന്ന സമയത്ത് നമ്മൾ പമ്പയിൽ ചെന്നിട്ടാണ് തിരിച്ച് നമ്മുടെ അട്ടത്തോട് വഴി നമ്മൾ പോകുന്നത്. അതേ നമ്മൾ വന്ന അതേ വഴി തന്നെയാണ് തിരിച്ചു പോകുന്ന ആദ്യത്തെ ദിവസം ലാഹാസത്രത്തിലും, 2ാമത്തെ ദിവസം റാന്നി പെരുന്നാട് കക്കാട്ടുകോയിക്കൽ ക്ഷേത്രത്തിൽ അവിടെ തിരുവാഭരണം ചാർത്തി ദർശനമുണ്ട്. അതിനുശേഷം അടുത്ത ദിവസം ആറന്മുള കൊട്ടാരത്തിൽ വയ്ക്കുന്നുണ്ട്. അവിടെ തിരുവാഭരണം ദർശനമുണ്ട്. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ 23-ാം തീയതി രാവിലെ പന്തളത്ത് കൊട്ടാരത്തിലെത്തും.
അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും ഓരോ അനുഭവമാണ്. വലിയൊരു മഹത്വമായ ഭാഗമാണ്. മുജ്ജന്മ സുഹൃതം തന്നെയാണ് നമുക്ക് ഇദ്ദേഹത്തിൽ ഉൾക്കൊള്ളാൻ തന്നെ ഭാഗ്യം കിട്ടിയത് തന്നെ. പിന്നെ നമ്മൾ സിരസിലേറ്റുക എന്ന് പറഞ്ഞാൽ തന്നെ അത് എന്താണെന്ന് നമുക്ക് പറയാനൊക്കാത്ത ഒരു അനുഭൂതി നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ്. നമ്മളെ അയ്യപ്പൻ പിടിച്ചുകൊണ്ട് പോകാൻ നമ്മൾ കൊണ്ടുപോകല്ലോ തിരുവാഭരണം, നമ്മളൊരിക്കലും കൊണ്ടുപോകുന്നില്ല. അയ്യപ്പൻ നമ്മളെ പിടിച്ചുകൊണ്ട് തന്നെ പോവുകയാണ്. പക്ഷേ അത് ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങൾ, ഇപ്പോൾ ഇത് നമ്മുടെ ഈ സമയം ഇത് കഴിഞ്ഞാൽ തന്നെയും തിരുവാഭരണം ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് സമർപ്പിച്ച് കഴിഞ്ഞ ശേഷം നമ്മളെല്ലാം മൃതങ്ങൾ മുടങ്ങിയാൽ തന്നെയും നമുക്ക് നമ്മുടെ അയ്യപ്പൻ നമ്മുടെ കൂടെ തന്നെയുണ്ട്, ഞങ്ങളുടെ കൂടെ തന്നെ. അത് പല അനുഭവത്തിലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഓരോ ആപത്തുകളും പല ആപത്തുകളിൽ നിന്നും എന്നെ കൈപിടിച്ച് ഉയർത്തിയ ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട്. ഒരിക്കലും മറക്കാനൊക്കാത്ത ഒരു അനുഭവം. അത് മുജ്ജന്മ സുഹൃതം എന്നാണ്, ഭഗവാന്റെ അനുഗ്രഹം തന്നെയാണ്. എല്ലാവർക്കും അത് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ നിമിഷവും ഈ ഒരു പ്രാവശ്യം തന്നെ ഈ തിരുവാഭരണത്തോട് നടന്നു വന്നിട്ട് ആളുകൾ വീണ്ടും വരാൻ വേണ്ടി അടുത്ത വർഷം ഞാൻ വരുന്നില്ല എന്ന് ആദ്യത്തെ വർഷം വരുമ്പോൾ പറയും, ദുർഘടമായ യാത്രയിലെ ആ ബുദ്ധിമുട്ട് കൊണ്ട് പറയും. പക്ഷേ അടുത്ത വർഷം അവർ പോകാൻ തയ്യാറായിട്ട് വരും. അങ്ങനെ ആളുകൾ കൂടിക്കൊണ്ടേയിരിക്കുന്ന സന്ദർഭമാണ്. അത്ര മഹത്തരമായ കലിയുഗത്തിൽ ഭഗവാൻ ശക്തി കൂടുതലാണ്. അങ്ങോട്ട് എത്രയും നമ്മൾ ആശ്രയിക്കുന്നു അത്രയും ഭഗവാൻ ഇങ്ങോട്ട് വരും. ഒരു പടി അങ്ങോട്ട് വെക്കുമ്പോൾ 2 പടി ഭഗവാൻ ഇങ്ങോട്ട് വരും. ഒരു പടി അങ്ങോട്ട് വെക്കാനുള്ള മനസ്സ് മനുഷ്യനുണ്ടാകണം. അതാണ് ഭക്തി. സ്വാമിയേ ശരണമയ്യപ്പ. തീർച്ചയായും അങ്ങനെയാണ്. പറയുമ്പോൾ തന്നെ കണ്ടമിടർന്നു, കണ്ണുകൾ നിറയുന്നു. അങ്ങനെ എന്തായാലും ഒരു മുൻജന്മ സുഹൃതത്തിനപ്പുറത്തേക്ക് ഈ ഒരു കാര്യത്തിന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഒന്ന്, ആ തിരുവാഭരണത്തെ തൊട്ടു തൊഴുവാൻ ഒരുപാട് ഭക്തസഹസ്രങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ആ തിരുവാഭരണം വഹിച്ചുകൊണ്ട് ഭഗവാന്റെ തിരുസന്നിധിയിലേക്ക് എത്താൻ മഹാഭാഗ്യം സിദ്ധിച്ച ആളുകൾ തന്നെയാണ് നമുക്ക് ഒപ്പം. അവരുടെ അനുഭവങ്ങൾ, ആ അനുഭവങ്ങൾ തന്നെയാണ് അവർ പങ്കുവെക്കുകയും ചെയ്തത്.